ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാന്നുള്ളത് അതൊന്ന് വീഡിയോ നിങ്ങൾ ചാനലിലൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ ചേർക്കാനും, അതായത് നമുക്ക് റാങ്ക് കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് റാങ്ക് അതായത് കിട്ടാൻ ചാൻസ് ഉണ്ടേനും എന്നാൽ നമുക്ക് ഒരു കിട്ടുന്ന ഉറപ്പില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുക, കുറച്ച് കോളേജുകളാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എത്ര കോളേജുകൾ അതിലുണ്ട്, ഓപ്ഷൻ രജിസ്ട്രേഷനുണ്ട്, അത്രയും മാക്സിമം കോളേജസുകൾ ഓപ്ഷൻ വയ്ക്കുക. പിന്നെ റാങ്ക് അതായത് കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജുകൾ വേണ്ട, നിങ്ങൾ പോയില്ല എന്നുള്ള കോളേജുകൾ റിമൂവ് ചെയ്യാനും, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കുറച്ച് കോളേജുകൾ മാത്രം ഓപ്ഷൻ വയ്ക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ്, ചില കുട്ടികൾ ഹയർ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് താല്പര്യമില്ലാത്ത കോളേജസുകളൊക്കെ ആയിരിക്കും ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഓപ്ഷന് കൊടുത്തതിലുണ്ടായിരിക്കും കൊടുത്തതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനുകളുണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോക്കൺ ഫീ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്, മഞ്ചേരി നഴ്സിംഗ് കോളേജിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഉറപ്പുള്ള കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കോളേജ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരിക. ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കരുത്. ഞാൻ പറഞ്ഞു, ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് കോളേജസുകൾ മാറാനുള്ള ചാൻസുകളുണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോഴ്സുകളുടെയൊക്കെ ന്യൂ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഭൂരിഭാഗം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.